Hi dears, welcome back. അപ്പോൾ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഷേക്കാണ് കടി ഷേക്ക്. അപ്പോൾ അതുപോലെ ഇത് കടി പുഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ മുകളിൽ ഐക്കാർഡിലും വീഡിയോയുടെ അവസാനവും കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 8 ഗ്രാം ചൈനാഗ്രാസ് ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 1.5 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈം തന്നെ നമുക്ക് പാല് ഇപ്പുറം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടി ഷേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഈ പാലിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ പാൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ചൈനാഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനാഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളക്കുന്നതിന് മുന്നേ തന്നെ ചൈനാഗ്രാസ് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് പാല് തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ടൈം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാലിപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഐസ്ക്രീമൊക്കെ നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്ത ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കണം. പുഡിംഗ് ട്രേയിൽ ഒഴിച്ച ഉടനെ തന്നെ ഈ നട്ട്സ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ അടിയിൽ പോവാതെ മുകളിൽ മാത്രമായിട്ട് നിന്ന് പോകും. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് അനാറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസ്ക്രീമും നട്ട്സും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.